ഇപ്പോൾ വൈ ജർമ്മനി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡെഫിനറ്റ്ലി ജോബ് ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ്. Okay. ഒന്ന് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ബൈ 2035 7 മില്യൺ പീപ്പിളിനെ അവർക്ക് വേണം. രണ്ടാമതൊരു റീസൺ യൂണിവേഴ്സിറ്റീസിൻ്റെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇസ് ദാറ്റ് ഗ്രേറ്റ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ലിവിങ് കോസ്റ്റ് കുറച്ച് കുറവാണ്. നമ്മളെടുത്ത് ഇപ്പോൾ ജർമ്മനിയിലേക്ക് പോയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും എനിക്ക് തോന്നുന്നു ഹാർഡ്ലി ഒരു 700 യൂറോസിൽ അവരുടെ എല്ലാ ലിവിങ് എക്സ്പെൻസസും ഇറ്റ് വിൽ ഹാപ്പൻ. ഓക്കെ, ഇതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫ്രീ എഡ്യൂക്കേഷൻ. അതാണ് എല്ലാവരും ചെയ്യുന്ന ഒരു ഫാക്ടർ. എല്ലാവരും ജർമ്മനിയിലേക്ക് നോക്കുന്ന സമയത്തേക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ USA UK പ്രൊവൈഡ് ചെയ്യുന്ന എലീറ്റ് ലീഗ് സ്കൂൾസിൽ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ലീഗ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ ജർമ്മനിയിൽ ഫ്രീ ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. സോ ദാറ്റ് മീൻസ് യു ആർ ഗോണ സേവ് സംവെയർ അറൗണ്ട് 15 to 20 lakhs Okay. per annum. പിന്നെ അഞ്ചാമത്തെ ഒരു പോയിന്റ് ഉണ്ട്, ഭയങ്കര അട്രാക്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ്, എനിക്ക് ഷെങ്കൻ വിസ. തോന്നുന്നു യെസ് എനിക്ക് തോന്നുന്നു ട്രാവലിംഗ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ജർമ്മനി ആയിരിക്കും എന്ന് തോന്നുന്നു. ഷെങ്കൻ ഏരിയ ഡെഫിനറ്റ്ലി. എൻവയൻസ് സ്പെസിഫിക്കലി കുറച്ചും കൂടെ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. നമ്മൾ സ്പെസിഫിക്കലി പബ്ലിക് യൂണിവേഴ്സിറ്റി ഹാൻഡിൽ ചെയ്യുന്നതായതുകൊണ്ട് ഇവിടുന്ന് ഒരു സ്റ്റുഡൻറ്റ് പോകുന്ന സമയത്തേക്ക് അയാൾ റിസർച്ച് നടത്തേണ്ടത് ഇതിലാണ്, അല്ലെങ്കിൽ അവിടെ എത്തിപ്പെട്ടു പോകും. ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോകുന്നത്? പോകുന്ന കാൻഡിഡേറ്റിന് ഇതിനെ പറ്റിയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ,